നീ വിഷമത്തിലാണോ? നീ സങ്കടത്തിലാണോ? ഇനി നീ വിഷമിക്കല്ലേ. കാരണം കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. ഞാനൊരു ദിവസം വളരെയധികം വിഷമത്തില്, സങ്കടത്തില് ജനലിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് മീനുകളെ വളർത്തുന്ന മീനിനെ തീറ്റിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു ഉറുമ്പ് ഫിഷ് ടാങ്കിനെ ചുറ്റിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ എന്ത് ചെയ്തു? ഒരു കൗതുകത്തിന് ആ ഉറുമ്പിനെ പതുക്കെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. പതുക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉറുമ്പ് പതുക്കെ പതുക്കെ താന്ന് വെള്ളത്തിന്റെ അടിയിലേക്ക് താഴ്ന്നു പോകുന്നുണ്ട്. അതിനെ ഒരു രക്ഷയില്ല, ആരും സഹായിക്കാനില്ല, ഒരു കച്ചിത്തുരുമ്പ് പോലും പിടിക്കാനായിട്ട് ഇല്ലാത്തൊരവസ്ഥ. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് എന്റെ ഹൃദയത്തിന്റെ വേദന പെട്ടെന്ന് കടന്നു വരികയാണ്. ഞാൻ ചിന്തിക്കുക, അയ്യോ, ഈ ഉറുമ്പിനെ സഹായിക്കാൻ ആരുമില്ലല്ലോ, ഉറുമ്പിന്റെ വെള്ളത്തിലേക്ക് താഴ്ന്നു പോവാണല്ലോ. പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു? ഇനി അത് എനിക്കൊരു വിഷമം തോന്നി, മനസ്സിൽ പെട്ടെന്ന് ഒരു സഹതാപം തോന്നി. ഞാൻ എന്ത് ചെയ്തു? ആ ഉറുമ്പിനെ രക്ഷിക്കാൻ തീരുമാനിച്ച് എന്റെ കയ്യിൽ നിന്ന് പതുക്കെ ഞാൻ എന്റെ വെള്ളത്തിലേക്ക് താഴ്ത്തി ഉറുമ്പിനെ ഞാൻ രക്ഷിച്ച് മുകളിലേക്ക് വെച്ച് കരയിലേക്ക് വെക്കുന്നു. അതിനുശേഷം എന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു, എന്തുകൊണ്ട് ഞാൻ ആ സമയത്ത് അത് ചെയ്തു എന്ന്. ഇത്രയും ദുഷ്ടനായി ഞാൻ ആ ഉറുമ്പിനെ ഞാൻ തന്നെയാണ് തട്ടിയിട്ട്, എന്നിട്ട് പോലും എനിക്ക് രക്ഷിക്കാനൊരു മനസ്സ് കാണിച്ചു. എങ്കിൽ നമ്മെ സൃഷ്ടിച്ച് നമ്മൾ പരിപാലിക്കുന്ന സർവ സൃഷ്ടാവായ ദൈവത്തിന്, നമുക്ക് വേണ്ടി ബലിയായി തീർന്ന ഈശോ, നമുക്ക് വേണ്ടി ദിവ്യകാരുണ്യമായ ഈശോ, ഈ ഈശോ നമ്മളെ ഏറ്റവും സങ്കടപ്പെടുമ്പോൾ, നമ്മൾ കരയുമ്പോൾ, നമ്മൾ ഒറ്റപ്പെടുമ്പോൾ, അപമാനത്തിന്റെ നടുവില് മാതാപിതാക്കന്മാർക്കോ സഹോദരങ്ങൾക്കോ കൂട്ടുകാർക്കോ ഒന്നും സഹായിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയില് നമ്മളെ ഉപേക്ഷിച്ച് കടന്നു കളയോ? ഇല്ല. തന്റെ സ്വന്തം ജീവൻ പോലും നമുക്ക് വേണ്ടി ബലിയായി നൽകിയ ഈശോ നമ്മെ സഹായിക്കാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. വിലാപങ്ങളുടെ പുസ്തകത്തില് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തെന്നാൽ കർത്താവ് എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല. വിലാപങ്ങൾ 3:31. മറ്റൊരു വചനത്തിൽ ഇങ്ങനെ പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. സുഭാഷിതം 20:22. ആ വചനങ്ങള് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് എവിടെയോ മുമ്പ് ഞാൻ വായിച്ച വചനങ്ങൾ കടന്നു വരികയാണ്. എനിക്കൊരു പ്രത്യാശയും, എനിക്കൊരു ആശ്രയമായി, എനിക്കൊരു ആശ്വാസമായി. ഞാനപ്പോ ആ സമയത്ത് ഞാൻ മന്ത്രിച്ചുകൊണ്ടിരുന്നത്, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, എന്തൊക്കെ വന്നാലും കർത്താവിനെ ഉപേക്ഷിക്കില്ല, അവിടെ തന്നെ സഹായിക്കും, തീർച്ചയായിട്ടും എന്റെ കാര്യത്തിൽ ഇടപെടും, തീർച്ചയായിട്ടും എനിക്ക് ഇതിൽ നിന്നൊരു മോചനമുണ്ട്, വിടുതലുണ്ട്. അതെന്റെ പ്രത്യാശയായിട്ട് ഞാൻ മാറി. എന്റെ വിശ്വാസ സമയത്ത് വർദ്ധിച്ചു. ഇന്ന് ഞാൻ വിട്ടിട്ടില്ല, പിന്നെ ഞാൻ വിഷമിച്ചിട്ടില്ല, സങ്കടപ്പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും നിന്റെ ജീവിതാവസ്ഥയിലും നിനക്ക് ഈ വചനങ്ങൾ ഉപയോഗിക്കാം. കർത്താവ് നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്.